ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്ക്രംബേഷ്യസ് ലീവേഴ്സ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുളകിട്ട മീൻ കറിയും നമ്മുടെ ചക്ക് കുഴച്ചതുമാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്കിനി ചട്ടി വയ്ക്കാം. ഒരു ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ. 5 വരെ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സാധാരണ മീൻ കറിയിലൊക്കെ ആഡ് ചെയ്യുന്ന നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, സവാള അല്ലെങ്കിൽ ചെറുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതത്രയും മതി. എന്നിട്ട് നമ്മൾ ഈ പച്ചമുളകിൻ്റെ എണ്ണം കണ്ട് ആരും പേടിക്കേണ്ട, എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കറിവേപ്പിലയാണ്. അതും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതൊന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂണോളം സോൾട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴന്ന് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ മല്ലിപ്പൊടി മുളക് പൊടി മിക്സ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വഴന്ന് വന്നേക്കുന്ന ഈ സവാളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി മിക്സ് ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ കുതിർന്ന് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ടാവും. അത് നന്നായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിക്കണം. ഒരു സെമി ലിക്വിഡ് ആയിട്ടുള്ള ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നല്ല തിളച്ച് നന്നായിട്ട് വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പുളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മളിവിടെ കുടംപുളിയാണ് എടുക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വാളംപുളി യൂസ് ചെയ്യുന്നവരുണ്ടാവും, അതാണെങ്കിലും നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ആദ്യം വിട്ട കളറിനേക്കാളും വ്യത്യാസമായിട്ട് വരും. അത് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള പുളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി നന്നായിട്ട് വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നൊരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഒരു ചെറിയ കപ്പിൽ 2 കപ്പ് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ചാറ് എങ്ങനെയാണോ മീൻ കറിക്ക് വേണ്ടത്, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ കപ്പ് 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വഴറ്റിയപ്പോൾ ഇട്ട് സോൾട്ട് അല്ലാണ്ട് വേറെ സോൾട്ട് ആഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് സോൾട്ടും കൂടെ ആഡ് ചെയ്യാം. കൂടാതെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് മുഴുവൻ മീൻ കഷ്ണങ്ങളും ചേർത്തിട്ടുണ്ട്. നമുക്കിനി കയ്യിൽ വെച്ച് നന്നായിട്ട് യോജിപ്പിക്കാം. ആദ്യം തന്നെ ഒരു വട്ടം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം പിന്നീട് കയ്യിലിട്ട് ഇളക്കാണ്ടിരിക്കുക. കാരണം മീനിൽ നിന്നുള്ള മാംസമൊക്കെ വിട്ടു പോരും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫിഷ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു 10-15 മിനിറ്റ്, അല്ലെങ്കിൽ കൂടിപ്പോൾ ഒരു 20-25 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മീൻ കിട്ടും. അപ്പോൾ മീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതാണ് മീൻ കറി പാകമായെന്ന് നമുക്ക് മനസ്സിലാവണത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ മീൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ കറിയുടെ മുകളിൽ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കവിടെ ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചക്ക കുഴച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുള്ളിയും വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചക്ക വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ചക്ക വേവിക്കുമ്പോൾ കുക്കറിൻ്റെ താഴെ ചക്കക്കുരു, മുകളിൽ ചക്ക ഇടാനും വേവിച്ചെടുക്കും. ഒരൊറ്റ വിസിൽ വന്നാൽ മതി. പിന്നെ നമ്മൾ പാൻ വെച്ച് കുറച്ച് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിനകത്തേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി വെളുത്തുള്ളിയുടെ ആ മിക്സ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴച്ചെടുക്കുക. നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ആഡ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് നമ്മൾ സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വേറെ പൊടികളൊന്നും യൂസ് ചെയ്യുന്നതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. പിന്നെ നമ്മൾ യോജിച്ചിരിക്കുന്ന ചക്കയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചക്ക കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ ചക്ക കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി പുറത്ത് നല്ല മഴ വീണ സമയമല്ലേ, നമുക്കൊരു ചൂട് കട്ടൻ ചായയും കൂടെ ആയാലോ. ഞാനൊരു ഗ്ലാസ്സിൽ നല്ല ചൂട് കട്ടൻ ചായ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കപ്പയല്ല ചക്ക കുഴച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ
ചൂടാറാത്ത നമ്മുടെ നല്ല മുളകിട്ട മീൻ കറിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും മീൻ കറിക്ക് കേട്ടോ. അപ്പോൾ ഞാനത് വെയിറ്റ് ചെയ്യാൻ നിൽക്കണില്ല. ഞാൻ എന്താ ഈ ചക്ക കുഴച്ചതിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുളകിട്ട മീൻ കറിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ചാറും കൂടെ ഒഴിക്കുകയാണ്. എന്നിട്ട് മീനിൻ്റെ കുറച്ച് മാംസം എടുത്ത് ചക്കയുടെ കൂടെ കുറച്ച് ചാറും കൂടെ കൂട്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടുണ്ട്. ഉണ്ടാക്കിയ പാടെ ആരും ഇത് കഴിക്കരുത്. കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് കഴിക്കുക, അല്ലെങ്കിൽ നാവും കൈയൊക്കെ പൊള്ളും. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കുക. നല്ല രുചിയുണ്ട്. വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മഴക്കാലമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും. കഴിച്ചിട്ട് അഭിപ്രായം പറയുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.